ഈ നിപ്പ ആശങ്ക വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിൽ നിപ്പയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ജാഗ്രത വേണം, എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടതെന്ന് നമുക്ക് വ്യക്തമാക്കി തരാൻ നമുക്കൊപ്പം ഇപ്പോൾ ഡോക്ടർ ഡാനിൽ സലീം ചേരുന്നുണ്ട്. ഡോക്ടർ, വെരി ഗുഡ് മോർണിംഗ്. വീണ്ടും ഒരു നിപ്പ ആശങ്ക വന്നിരിക്കുകയാണ്. ഇന്നലെ നമുക്കറിയാം കോഴിക്കോട് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ നിപ്പ വീണ്ടും സ്ഥിരീകരിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ ആളുകൾക്ക് ആശങ്കയുണ്ടാകും. ഡോക്ടർ, ആദ്യം അറിയേണ്ടത് വലിയൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലുണ്ടോ എന്നാണ്. ഗുഡ് മോർണിംഗ്. ഇപ്പോ ഗുഡ് മോർണിംഗ് ആണെന്ന് പറയുന്നത് നിപ്പ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ആളുകൾക്ക് നിപ്പ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ആദ്യം 2018 ഒരു 16 പേർക്ക് മരണം ഉണ്ടാക്കിയെങ്കിലും നമുക്ക് പിന്നുള്ള വർഷങ്ങളിൽ ഇതിന്റെ മരണനിരക്ക് വളരെയധികം കുറയ്ക്കാനും കൂടുതൽ ആളുകളിലോട്ട് സ്പ്രെഡ് പോകാതിരിക്കാനുള്ള കാരണം നമ്മളെല്ലാവരും ഇത്രമാത്രം ആളുകളിലോട്ട് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് കൊണ്ടും പിന്നെ അതിനുശേഷം ആളുകൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടും നമ്മുടെ സർക്കാരിന്റെ ഇടപെടലും എല്ലാം കാരണമാണ് നമുക്ക് കുറെയൊക്കെ കേസുകൾ കുറയ്ക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. നമ്മൾ ഇനി ഇത് പടരാതിരിക്കാൻ നോക്കുക. ഇപ്പൊ ഒരെണ്ണം കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സമ്പർക്കത്തിലുള്ള ആ ഒരു ഏരിയയിലുള്ളതിൽ വീണ്ടും കേസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അത് ഒരു കുറച്ച് ദിവസങ്ങൾക്കകം നമുക്ക് അറിയാൻ പറ്റും. ഒരു സാധാരണഗതിയിൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 7 ദിവസത്തിനകത്ത് ഒരാഴ്ചക്കകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും എത്ര ആളുകളിലോട്ട് അത് സ്പ്രെഡ് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറച്ചുകൂടി ഒരു സമാധാനം കിട്ടുമെന്ന് പറയാം. അതായത് അടുത്ത ആഴ്ച ഏകദേശം ഈ സമയമാകുമ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റും ഇത് അധികം സ്പ്രെഡ് ആയിട്ടില്ലെങ്കിൽ വളരെയധികം സേഫ് ആണ്, വീണ്ടും നമുക്ക് നിപ്പ കൺട്രോൾ ആയെന്ന് പറയാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ നോക്കിയാൽ ഒരു 1.5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഏകദേശം ഇത് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ഈ പബ്ലിക് എഡ്യൂക്കേഷൻ എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു കാരണവശാലും ഈ വവ്വാലുകളുമായിട്ടും അതുപോലെ പന്നികളുമായിട്ടും അടുത്ത് കോണ്ടാക്ട് ചെയ്യാതിരിക്കുക, മാക്സിമം ശ്രമിക്കുക. അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ സെക്രീഷൻസോ അതുപോലെ തന്നെ അവരുടെ മലം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അതിനകത്തിൽ നിന്ന് വരുന്ന സ്രവങ്ങൾ നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരു 100% കൈകൾ വൃത്തിയായി കഴുകിയിരിക്കണം, തൊടാതിരിക്കാൻ മാക്സിമം നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, പഴന്തീനിയായിട്ടുള്ള ബാറ്റ്സ് കടിച്ചിട്ടുള്ള ഏതൊരു ഫ്രൂട്ട്സും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിർബന്ധമായിട്ട് നമുക്ക് കഴിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിക്കുന്ന സമയത്ത് അത് ഒരു 20 ml അല്ലെങ്കിൽ ഒരു 30 ml വിനീഗർ സൊല്യൂഷൻ ഒരു 1-2 ലിറ്റർ വെള്ളത്തിൽ ആഡ് ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ നിങ്ങളുടെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസും മുക്കി വെക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഒഴുകുന്ന വെള്ളത്തിൽ കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൈറസുകൾ ഇല്ലാതാക്കാനായിട്ട് പറ്റും. അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈകൾ കഴുകാതെ കുട്ടികളാണെങ്കിലും മുതിർന്നവരും ആഹാരം കഴിക്കരുത്. നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പരിപ്പോട് എടുത്ത് കഴിക്കുന്ന സമയത്തോ നമ്മൾ കൈകൾ കഴുകാറില്ല. മുട്ടായി ആരെങ്കിലും തരുന്ന സമയത്ത് നമ്മൾ കൈകൾ കഴുകാതെയാണ് പലയിടത്തും പിടിച്ചതിന് ശേഷം വരാം. ഈ അസുഖം മാത്രമല്ല, കോളറ ഇപ്പൊ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്ത് കുറെ നാളുകൾക്ക് ശേഷമാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ മെയിൻ കാരണം ഇത്തരത്തിൽ കൈകൾ കഴുകാത്തതുകൊണ്ടാണ്. ടൈഫോയിഡ് ഇപ്പൊ പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈഫോയിഡിന്റെയും മെയിൻ കാരണം കൈകൾ കൃത്യമായി കഴുകാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ഈ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് അസുഖങ്ങൾ തടയാനായിട്ട് പറ്റുന്നത്. ഇനി എന്തുകൊണ്ട് മലപ്പുറത്ത് മാത്രം അല്ലെങ്കിൽ കോഴിക്കോട് ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, മറ്റു സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല? കൂടുതൽ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ എനിക്കൊരു 20 ആളുകളെയും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഞങ്ങളുടെ സ്ഥലങ്ങളിൽ മാത്രം ഇത് വീണ്ടും വീണ്ടും വരും? നമ്മൾ മനസ്സിലാക്കേണ്ട 4 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ ഒരുമിക്കുമ്പോഴാണ് അവിടെ അസുഖം വരാനുള്ള സാധ്യതയുള്ളത്. ഒന്ന്, ഈ ഒരു സ്രോതസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്രോതസ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ബാറ്റ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ ഫ്രൂട്ട് ബാറ്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഴന്തീനി വവ്വാലുകൾ ഉള്ള ഒരു സ്ഥലത്ത് ആ ഒരു വവ്വാലിൽ ഈ നിപ്പ ഉണ്ടെങ്കിൽ സാധാരണ ആ പഴന്തീനി വവ്വാലുകൾ ഒരു ഏരിയയിൽ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടാണ് അത് മലപ്പുറം ആ ഏരിയകളിൽ മാത്രമുള്ള അവിടെയുള്ള ആ ഒരു പഴന്തീനി വവ്വാലുകളിലാണ് നിപ്പ ഉള്ളത്. അതാണ് ഒരു കാര്യം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ പരിസ്ഥിതി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു മഴ കഴിഞ്ഞതിന് ശേഷം ഉടനെ ചൂട് വരിക അല്ലെങ്കിൽ ആ ഒരു ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിപ്പയുടെ ആ വൈറസ് ആക്റ്റീവ് ആകാനുള്ള ഒരു ടൈം, അതും ഇപ്പോൾ വളരെയധികം ആ ടൈമിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നു. അതിനോടൊപ്പം ഒരു പഴത്തിൽ ഇത്തരത്തിലുള്ള വൈറസ് ഉണ്ടായിരുന്നു. ആ വൈറസ് നമ്മൾ കഴിക്കുകയുണ്ടായി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മിക്കവാറും ഇത്തരത്തിലാണ് ഇത്തരത്തിലുള്ള പഴങ്ങൾ കഴിക്കുന്ന വഴിയാണ് നിപ്പ
നമ്മുടെ ശരീരത്തോട്ട് വരുന്നത്. ഇനി അതുകൂടാതെ നമ്മുടെ ഈ പഴങ്ങളിൽ ഈ മരങ്ങളിൽ കയറുന്ന ചില വ്യക്തികളുണ്ടാവും. അത്തരം ആളുകൾ നമ്മൾ സാധാരണ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടൊന്നുമല്ല കയറുന്നു. അപ്പൊ ഈ കയറുന്ന സമയത്ത് നമ്മുടെ കയ്യിലാകാം, കാലിലാകാം. അപ്പൊ കയ്യിലാകുന്ന സമയത്ത് ഇത് പല സ്ഥലങ്ങളിലും ഈ വ്യക്തി കൈ കഴുകാതെ തൊടാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ കാല് ചെരുപ്പിടാതെ ആണെങ്കിൽ ഇദ്ദേഹം വീട്ടിനകത്തോട്ട് ഈ ഒരു വൈറസുമായിട്ട് അകത്തോട്ട് കയറാൻ സാധ്യതയുണ്ട്. അപ്പോ ഇതൊക്കെ കാരണമാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യം വരണം. ഒന്ന്, ഇത്തരത്തിലുള്ള പഴംതീനിയായിട്ടുള്ള വവ്വാലുകൾ കടിച്ച അല്ലെങ്കിൽ സ്രവങ്ങൾ വീണിട്ടുള്ള പഴങ്ങൾ നമ്മൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മരങ്ങളിൽ കയറിയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ട് കാരണങ്ങളാണ് അത് മലപ്പുറത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുന്നത്. ഒന്ന്, സ്രോതസ് ഇപ്പോൾ ഉള്ളത് പഴംതീനി വവ്വാലുകളിലാണ്. ആ വവ്വാലുകളിൽ ആ ഏരിയയിലുള്ള വവ്വാലുകളിൽ നിപ്പ ഉള്ളത് കൊണ്ടാണ് അവിടെ മാത്രം അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. എൻവയോൺമെന്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ ആ ഒരു ക്ലൈമറ്റ് കണ്ടീഷനും കൂടെ ഈ നിപ്പയുടെ ആക്ടിവേഷന് വേണ്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ഒരേ സ്ഥലത്ത് വീണ്ടും 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 വന്നുകൊണ്ടേയിരിക്കുന്നത്. ശരി ഡോക്ടർ, ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു ഈ രോഗവ്യാപനം തടയുക എന്നുള്ളതാണ്. ഈ നിപ്പ വൈറസിന്റെ ഒരു വ്യാപന ശേഷി അത് എങ്ങനെയാണ് ഡോക്ടർ? കാരണം ഇപ്പോൾ നമ്മൾക്കൊരു പനിയാണെങ്കിൽ അത് ഒരാളുമായി നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്കും അത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ടാവും. അതേപോലെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു വൈറസ് ആണോ ഈ നിപ്പയുടേത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ കേസ് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള കോണ്ടാക്ട് വരണം. അതിനുശേഷമുള്ള കേസുകൾ ആ വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള നിപ്പ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് അടുത്ത കോണ്ടാക്ട്, ഈ അടുത്ത കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് കോണ്ടാക്ട് ആണ്. സാധാരണ നമ്മൾ ഹഗ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മുഖത്ത് കിസ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇതിങ്ങനെ സ്പ്രെഡ് ആവുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്രവങ്ങൾ ചുമയ്ക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്ന് ശ്വസിക്കുകയാണെങ്കിലൊക്കെ അസുഖം വരാം. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ഈ ഹെൽത്ത് കെയറിലുള്ള ആൾക്കാരാണ്. അതായത് ഹോസ്പിറ്റലുകളിലും ഡോക്ടേഴ്സ്, നഴ്സസുമാരായിട്ടാണ്. നമുക്കറിയാം 2018 നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള നേഴ്സുമാരും അതായത് അവർ മാലാഖമാരെ നമുക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ കാരണം ഇവരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് പരിപാലിക്കുന്ന നേഴ്സുമാർക്കൊക്കെയാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനാണ് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അല്ലാത്ത ആളുകൾ ഇത്രയും ക്ലോസ് കോണ്ടാക്ട് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അതൊന്നും മനസ്സിലാക്കേണ്ടതാണ്. മറ്റേ കോവിഡിനെ പോലെ ഒരു അടഞ്ഞ മുറിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അസുഖം വരികയോ ഒന്നും ഇല്ലാത്തൊരു ടൈപ്പിലാണ് ഇപ്പോൾ നിപ്പ വൈറസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു വളരെ സമാധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യാത്തതും അതുപോലെ വ്യാപനശേഷി അത്ര സ്പീഡിലുള്ള ഇല്ലാത്തൊരു സാധനമാണ് നിപ്പ. പക്ഷെ ഇതിന്റെ ഒരേ ഒരു പ്രോബ്ലം, ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ്, അതായത് മരണനിരക്ക് 40 മുതൽ 75%. നിപ്പ പിടിപെട്ട് രക്ഷപ്പെട്ട ധാരാളം ആളുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. ലോകത്ത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുണ്ട്. അതുകൊണ്ട് 100% മരണനിരക്കുള്ള ഒരു അസുഖമൊന്നുമല്ല. ഇതിനെ എത്രയും വേഗം കണ്ടെത്തുകയും നമ്മുടെ രോഗപ്രതിരോധ ശക്തി നല്ലതുകൊണ്ടാണെങ്കിൽ ചില നിപ്പകൾ തന്നെ കൺട്രോൾ ചെയ്യാറുണ്ട്. അതായത് മൂർച്ഛിക്കാതെ സ്വന്തമായിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് പോകാറുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട. അസുഖം വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, പനിയുമുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ, അത് പ്രത്യേകിച്ച് ഈ ഏരിയകളിൽ, ഈ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നിപ്പ മുമ്പ് വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ പനിയുമായിട്ട് സമ്പർക്കമുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് വരുവാണെങ്കിൽ N95 മാസ്ക് ഇടുക. മാക്സിമം അവരുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. ഇനി അഥവാ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിലും കൈയും കാലും കൈ ഉറപ്പായിട്ടും നല്ലോണം സോപ്പ് തേച്ചതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പഴങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രമേ കഴിക്കാവൂ. ഇത് അപ്പൊ പല ആളുകളും പഴങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കും. അത് ചെയ്യരുത്. കാരണം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഇപ്പൊ കുട്ടികളിൽ ധാരാളം കാണുന്നുണ്ട്. അവരുടെ മോണയില് ഇടയ്ക്കിടയ്ക്ക് മോണയിലുള്ള ഇൻഫെക്ഷനും വായിനകത്തുനിന്നുള്ള ബ്ലീഡിങ് ഇപ്പൊ സ്ഥിരമായിട്ട് കുട്ടികളിൽ കാണുന്നുണ്ട്. അതിന്റെ കാരണം വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കുട്ടികളിൽ ധാരാളം ഉണ്ടാവുന്നുണ്ട്. കാരണം അവർ കഴിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ വൈറ്റമിൻ സിയും ഈ ഫ്രൂട്ട്സിലുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാവുന്നത്. ഈ രോഗപ്രതിരോധ ശക്തി ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖം വന്നാൽ പോലും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് എത്താം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് നമുക്ക് ഈ അസുഖം തടയാനായിട്ട് ചെയ്യേണ്ടത്. ശരി ഡോക്ടർ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ചോദിച്ചു പോവുകയാണ്, ഈ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രതിസന്ധിയിലേക്കാണോ നമ്മുടെ നാട് പോകുന്നത്? കാരണം ഇതുവരെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കി എന്ന് കരുതിയ കോളറ തിരിച്ചു വന്നത് സമീപത്ത് ഈ അടുത്ത കാലത്താണ്. ഒപ്പം നമുക്ക് വലിയ പരിചയമില്ലാത്ത അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കുഞ്ഞുങ്ങൾ മരിക്കുന്ന സംഭവം, ചെള്ളുപനി, കുരങ്ങുപനി, അങ്ങനെ വലിയ പരിചയം മലയാളിക്കില്ലാത്ത അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങിയ ഒരു സാഹചര്യമാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത് ഡോക്ടർ? നമ്മുടെ കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ രോഗം കണ്ടുപിടിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് പറയാം. അത് മാത്രമല്ല, നമുക്കിപ്പോ ഒരു
എല്ലാത്തിനെയും അസുഖത്തിനെയും കുറിച്ചും ഒരു വ്യക്തമായ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഇപ്പൊ കോളറ റിപ്പോർട്ട് ആയെങ്കിൽ പോലും നമുക്ക് ഉടനെ തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൃത്തിയും അതുപോലെ നമ്മുടെ പരിസ്ഥിതിയുടെ വൃത്തിയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള വൃത്തി വളരെ പ്രധാനമാണ്. അത് എപ്പോഴൊക്കെ അതിനൊരു തോളം തെറ്റുന്ന സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കൂടുതലായിട്ടും വരുന്നത്. പ്രത്യേകിച്ചും കോളറ എന്നുള്ള ഒരു അസുഖം വരുന്നത് പ്രത്യേകിച്ച് മലിനമായിട്ടുള്ള ജലവുമായിട്ടുള്ള കോണ്ടാക്ട് വരുന്ന സമയത്താണ്. പ്രത്യേകിച്ചും മലിനമായിട്ടുള്ള ജലം നമ്മുടെ ആഹാരമായിട്ട് മിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ പച്ചക്കറികളും ഫ്രൂട്ട്സുമായിട്ട് മിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന വെള്ളത്തിൽ ഇത്തരത്തിലുള്ള സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വന്ന് ഒലിച്ചു വരുന്ന വെള്ളം അതിന്റെ അതോട് മിക്സ് ആവുന്നു, വെള്ളം തിളപ്പിക്കാതെ വെള്ളം കുടിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു പേടിക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. കോവിഡിനെ പോലെ ഒന്നും വളരെ വേഗത്തിൽ സ്പ്രെഡ്. ഇപ്പം നമുക്ക് ഗുജറാത്തിലൊക്കെ നമുക്കിപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പനമാണ് ചാന്ദിപുര വൈറസ്. ഈ ചാന്ദിപുര വൈറസിനെ പോലെ ചാന്ദിപുര വൈറസ് ആക്ച്വലി വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യും. ഏകദേശം 20 ആളുകൾ ഇപ്പൊ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞു അവിടെ. അപ്പം നമ്മളൊരു അസുഖം കണ്ടെത്തിയാൽ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ആ ഒരു കറക്റ്റ് എഡ്യൂക്കേഷൻ നമ്മുടെ ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ആൾക്കാർ വീണ്ടും ശ്രദ്ധിക്കും. പിന്നെ അതിനുശേഷം അത് വീണ്ടും മറന്നു പോകും. കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും ഒരു അസുഖം വരുമ്പോഴാണ് വീണ്ടും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അപ്പം അത്രയും ഇങ്ങനെ ഉണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോ അസുഖം വന്ന സമയത്ത് മാക്സിമം അവയർനെസ് കൊടുക്കുകയും ജനങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് വീണ്ടും വീണ്ടും ഊന്നി പറയുന്നു. പല ആളുകളും വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ വവ്വാലുകളെ കൊന്നുകൂടെ എന്നുള്ളത്. കംപ്ലീറ്റ് ആ ഒരു ഏരിയയിലുള്ള വവ്വാലുകളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൂടെ എന്നുള്ളത്. 4 പ്രശ്നങ്ങളാണ് വീണ്ടും അവിടെ കാണുന്നത്. ഒന്ന്, ഈ വവ്വാലുകളെ പൂർണ്ണമായിട്ടും കൊന്ന് നോക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അത്തരം സ്ഥലങ്ങളിൽ അവർ കണ്ടെത്തിയത് ഈ കൊല്ലും തോറും ഈ അസുഖം കൂടുതൽ വ്യാപിക്കുന്നതായിട്ടാണ്. അതായത് ധാരാളം കൂടുതൽ ആളുകൾക്ക് ഈ വവ്വാലുകളെ കൊല്ലുന്ന സമയത്ത് കൂടുതൽ വ്യാപിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയത്. അതാണ് ഒരു കാര്യം. രണ്ടാമത്, വവ്വാലുകളെ കൊല്ലുന്ന സമയത്ത് വവ്വാലുകളാണ് പല ഇൻസെക്ട്സിനെയും കൊല്ലുന്നത്. അതായത് പല പ്രാണികളെയും അതുപോലെ പല ചെറിയ ചെറിയ ജീവികളെയും ഒരു ബയോളജിക്കൽ സിസ്റ്റമാണ് അതാണ് ഇല്ലാതാക്കുന്നത്. അപ്പൊ നമ്മൾ വവ്വാലുകളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ ഇൻസെക്ട്സ് കൂടുകയും ഇൻസെക്ട്സ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ ധാരാളമാകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട്, ഈ ബാറ്റ്സ് ആണ് പല ഈ ഫ്രൂട്ട്സിനെയും അതുപോലെ പല പൂവുകളെയെല്ലാം പോളിനേഷൻ ചെയ്യുന്നത്. അതൊരു ബയോളജിക്കൽ സിസ്റ്റത്തിനെ തകർക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നാലാമത്, എക്കോളജിക്കൽ ബാലൻസിനെ നമുക്ക് തകിടം മറിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ ബാറ്റ്സിനെ കൊല്ലാനായിട്ട് പറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആദ്യത്തെ കാര്യം തന്നെയാണ്, ബാറ്റ്സിനെ കൊല്ലുന്ന സമയത്ത് കൂടുതൽ സ്പ്രെഡ് വരുന്നതായിട്ടാണ് കണ്ടത്. അപ്പോഴാണ് ഹ്യൂമൻ ടു ബാറ്റ് കോണ്ടാക്ട് കൂടുതലാകുകയും കൂടുതൽ ഇൻഫെക്ഷൻ വന്നതായിട്ടാണ് പല സ്ഥലങ്ങളിലും തെളിയിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശിലും അതുപോലെ ചില രാജ്യങ്ങളിൽ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് കൂടുതലും ഇത് സ്പ്രെഡ് ആവുന്നത്. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള വവ്വാലുകളെ കൊന്നു നോക്കിയിട്ടുണ്ട്. അവിടെയും കൂടുതൽ നിപ്പ സ്പ്രെഡ് ആവുന്നതായിട്ടാണ് കണ്ടെത്തിയത്. അപ്പൊ അതൊരു സൊല്യൂഷൻ അല്ല. നമുക്ക് ജനങ്ങളിൽ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ വവ്വാലുകളുമായിട്ടും അതുപോലെ പന്നികളുമായിട്ടുള്ള വളരെ ക്ലോസ് കോണ്ടാക്ട് മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് ഈ അസുഖത്തിനെ തടയാൻ വേണ്ടി, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇനിയും റിക്കർ ആകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത്. ഈ അസുഖം ഒന്ന് കൺട്രോൾ ആയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് മറക്കും. കുറച്ചു നാൾ കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ. പക്ഷേ ഡോക്ടർ, നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ 6ാമത്തെ തവണ ഈ രോഗം കേരളത്തിൽ സ്ഥിരീകരിക്കുന്ന സമയത്ത് ഇതിനെ പൂർണ്ണമായും പിടിച്ചുകെട്ടാൻ നമുക്ക് സാധിച്ചില്ല എന്ന് തന്നെയല്ലേ വീണ്ടും ഈ അസുഖം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ശരിയാണ്, ഇത് പൂർണ്ണമായിട്ടും പിടിച്ചു കെട്ടാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴും നിപ്പ എന്ന് പറഞ്ഞാൽ മിക്ക ഒരു 60 അല്ലെങ്കിൽ 70% കേരളത്തിലുള്ള ആളുകൾക്കും ഇതിനെക്കുറിച്ച് കുറേകൂടെ അറിയാം. അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഒരു കെയർലെസ്നെസ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധയില്ലായ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ആ സമയത്താണ് ഇതുപോലുള്ള കേസുകൾ വീണ്ടും പൊട്ടിപ്പെടുന്നത്. കോളറയാണെങ്കിലും ഈ പറഞ്ഞ ഈ ഡെങ്കി പനി പകരുന്നതിന് പ്രധാന കാരണം നമ്മുടെ വീടിന് ചുറ്റും ഇത്തരത്തിലുള്ള വെള്ളങ്ങൾ കെട്ടിക്കിടക്കുന്നത് കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഡെങ്കി പടർന്നു തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും ഒരു അവയർനെസ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ആളുകൾ ശ്രദ്ധിക്കുകയും ഡെങ്കി കൺട്രോൾ ആകുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പോൾ നിപ്പ വന്ന സമയത്ത് ഇപ്പോൾ നല്ലവണ്ണം അവയർനെസ് കൊടുക്കുകയും ആ ഒരു സ്ഥലങ്ങളിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക, വീണ്ടും നിപ്പ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി. പിന്നെ മരുന്നുകൾ, ഇത്തരത്തിലുള്ള പല മരുന്നുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പം റെംഡെസിവിർ ഒരു മോണോക്ലോണൽ ആന്റിബോഡിയാണ്. അതുപോലെ റാബി എന്നൊക്കെ പറഞ്ഞ് കുറെ ആന്റിവൈറൽ മെഡിസിൻസ് ഉണ്ട്. അതിപ്പോ കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് തീർച്ചും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. കാരണം നിപ്പയെ ഇത്രമാത്രം പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള മരുന്നുകൾ കേരളത്തിൽ സ്റ്റോർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്.
അപ്പൊ അതൊരു വളരെ കുറച്ചെങ്കിലും ഒരു 5 വയനെങ്കിലും നമുക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഒരു വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനു വേണ്ടി ഇനി വീണ്ടും മരുന്നിന് ഓർഡർ ചെയ്യണം എന്ന് പറയുന്നത് ഒരു വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം എത്രയും വേഗം മരുന്ന് കൊടുക്കുമ്പോഴാണ്, നിപ്പ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം മരുന്ന് കൊടുത്താൽ മാത്രമേ ആ രോഗിയെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ അത് വളരെ പാടാണ് രക്ഷപ്പെടുത്താൻ. പിന്നെ സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഡോക്ടർ, ഒരു കാര്യം കൂടി, നമുക്ക് ഈ കേരളത്തിലുള്ള പകർച്ചവ്യാധികളിൽ പല മാറ്റങ്ങളും സംഭവിച്ചു എന്ന കാര്യം വ്യക്തമാണ്. അങ്ങനെ റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലൊരു കാലാവസ്ഥ അതിന് വലിയൊരു ഘടകമല്ല ഡോക്ടർ? ആ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, സ്വയം അവബോധം ഉണ്ടാവുക എന്നത് വലിയൊരു കാര്യമാണ്. നമ്മുടെ പ്രേക്ഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം കേരളത്തിലെ കാലാവസ്ഥ ഒരു രോഗം ഉണ്ടാവാൻ സാഹചര്യമുള്ള ഒരു കാലാവസ്ഥയാണെന്ന് പറയാം. അതായത് അത്യാവശ്യം ഒരു നല്ലൊരു മഴയും അതുപോലെ കുറച്ച് ചൂടും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അതായത് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ക്ലൈമറ്റ് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു ടെമ്പറേച്ചർ ഇവിടെ കൂടിയിട്ടുണ്ട്. അതായത് മഴയുമുണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് പലതരത്തിലുള്ള അസുഖങ്ങളും വരാം. ഇപ്പൊ നമുക്കിപ്പോ നോക്കുവാണെങ്കിൽ കോളറ, ടൈഫോയിഡ്, ഡെങ്കി, അതുപോലെ H1N1, ഇപ്പൊ പറഞ്ഞ നിപ്പ, ഈ പനികളെ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ അസുഖത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തി ശുചിത്വം. നമ്മൾ ഒരു പനിയുമായിട്ടുള്ള വ്യക്തിയുമായി കോണ്ടാക്ട് വരുന്ന സമയത്ത് ആ വ്യക്തിയും മാസ്ക് ധരിക്കുക, നമ്മൾ മാസ്ക് ധരിച്ചാൽ കുറെയൊക്കെ നമുക്ക് അസുഖം തടയാനായിട്ട് പറ്റും. കുറെയൊക്കെ അടഞ്ഞ മുറികളിൽ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് മാക്സിമം കോണ്ടാക്ട് കുറയ്ക്കുക, ജനാലകൾ തുറന്നിടുക. ആ സമയത്ത് അത് ഏതൊരു തരത്തിലുള്ള വൈറസ് ഇൻഫെക്ഷനും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാർഗമാണ്. ഇനി ഇത്തരത്തിലുള്ള ചുമയും ജലദോഷവും ഒക്കെ ഉള്ള വ്യക്തികൾ തുമ്മുന്ന സമയത്ത് ഒരു കൈ മടക്കി ഈ ഭാഗത്തായിട്ട് തുമ്മുന്നത് നല്ലതാണ്. ആവശ്യമില്ലാതെ പല സ്ഥലങ്ങളിൽ തുപ്പാതിരിക്കാൻ ശ്രമിക്കുക. അതും പല അസുഖങ്ങളും തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പരിസ്ഥിതിയും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കുടിക്കുന്ന വെള്ളം മലിനമാകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതിപ്പം കോളറ, ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങൾ തടയാനായിട്ട് കഴിയും. അഥവാ മലിനമാകുന്നുണ്ടോ നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ തിളപ്പിച്ച് വെള്ളം കുടിക്കുക. തിളപ്പിച്ച് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ 3 മിനിറ്റെങ്കിലും വെട്ടിത്തിളച്ച വെള്ളം കുറച്ചു നേരം വെട്ടിത്തിളച്ചതിന് ശേഷം വേണം നമ്മൾ ആറാനായിട്ട് കൊടുക്കേണ്ടത്. അതിന്റെ അകത്ത് പോയി തണുത്ത വെള്ളം കോരി ഒഴിക്കരുത്. ആ തിളപ്പിച്ച വെള്ളം ആറിയതിനു ശേഷം എത്ര വേണമെങ്കിലും കുടിക്കാം, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് കുറെ അസുഖങ്ങളെ തടയാനായിട്ട് പറ്റും. വൃത്തിഹീനമായിട്ട് ഉണ്ടാക്കുന്ന റെസ്റ്റോറന്റിൽ നിന്ന് ആഹാരം കഴിക്കാതിരിക്കുക. ഉറപ്പുവരുത്തുക നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങൾ പ്രോപ്പറായിട്ട് പാകം ചെയ്തതാണ്, അധികം നേരം സമയമായിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി വീടിന് ചുറ്റും നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ചിരട്ടകളിലും അതുപോലെ ചെറിയ ചെറിയ മൺപാത്രങ്ങളിലും നമ്മുടെ ചെടിച്ചട്ടികളിലും ഒക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ നോക്കുക. അതുണ്ടെങ്കിൽ അത് മറിച്ച് കളഞ്ഞ് അവിടെ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ തളിക്കുക. അങ്ങനെ വന്നാൽ ആ ഭാഗത്ത് കൊതുകുകൾ ഉണ്ടാവില്ല. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള അസുഖങ്ങൾ തടയാനായിട്ട് പറ്റും. അപ്പൊ ഏകദേശം നമ്മൾ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പൊ ഈ നിപ്പയാണെങ്കിൽ വളരെ വല്ലപ്പോഴും വരുന്ന അസുഖമാണെങ്കിൽ പോലും വളരെ ഹൈ മോർട്ടാലിറ്റി റേറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ പഴങ്ങളുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും സംസാരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നിപ്പ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5-6 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു പകർച്ചവ്യാധികൾ കേരളം കീഴടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കാനായിട്ട് കഴിയും. ശരി, വളരെ നന്ദി ഡോക്ടർ. എന്തായാലും വിശദമായ വിവരങ്ങൾക്ക്. നിപ്പയുടെ ഒരു സാഹചര്യത്തിൽ ആശങ്ക സാധാരണക്കാർക്കുണ്ടാകും. അതിന് വലിയൊരു വിശദാംശങ്ങൾ ഞങ്ങൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ ജാഗ്രത പുലർത്തണം എന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു തന്നതിന് വളരെ നന്ദി ഡോക്ടർ ഡാനി സലീം. താങ്ക് യു.